നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വിഷയം തീർച്ചയായിട്ടും പിണറായി വിജയനും ഇ ഡിയൊക്കെയാണ്. പക്ഷെ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് സുരേഷ് ഗോപിയുടെ പോസ്റ്റ് കണ്ടു. അദ്ദേഹം മന്ത്രിസ്ഥാനം എന്നെ മന്ത്രിസ്ഥാനം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് റിപ്പോർട്ടർ ചാനൽ വാർത്ത കൊടുത്തതിനെ കുറിച്ചാണ്. അദ്ദേഹം എല്ലാവരും അറിഞ്ഞ്, ഞാൻ മാത്രം അറിഞ്ഞില്ല. അത് ആ സുരേഷ് ഗോപിയുടെ പോസ്റ്റ് കിടുവായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് സുരേഷ് ഗോപി നമുക്കൊരു ബഹുമാനം തോന്നുന്ന ഒരു ഡയലോഗ് അടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ വിഷയം നമ്മളൊന്ന് പറഞ്ഞു പോകുന്നത് രണ്ട് കാര്യങ്ങൾ. ഇത് റിപ്പോർട്ടർ ചാനൽ റേറ്റിങ്ങിന് വേണ്ടി എല്ലാ ദിവസവും നുണയടിക്കുകയാണ്. ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞു. അതുപോലെ കഴിഞ്ഞ ദിവസം മറ്റേ വിഷയം ഉണ്ടാക്കിയല്ലോ, ശ്രീറാം വെങ്കട്ടരാമന്റെ റിപ്പോർട്ടർ ചാനലിന്റെ വിഷയം ഉണ്ടാക്കി. അതെ, അതെന്തൊരു പ്രത്യേകമാണ് അവിടെ സംഭവം. മാലാ പാർവതിയെ ഞാൻ ഇന്ന് വിളിച്ചിരുന്നു. മാല പറഞ്ഞു അവരെ കൊണ്ട് ജീവിക്കാൻ വയ്യെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടാക്കുക എന്നതല്ലാതെ ഒരു നിർദ്ദേശം കാണും, ബ്യൂറോയിലെടുത്ത് നിങ്ങൾ നിർബന്ധമായ ദിവസം എന്തെങ്കിലും നുണ പറഞ്ഞോളാനാ പറഞ്ഞത്. അത് എത്രയോ കാലമായിട്ട് ഈ നുണക്കഥകളിൽ മാത്രം അവർ മുമ്പോട്ട് പോകുന്നു. എനിക്കൊന്നും അതൊരു പോളിസിയായി അവർ സ്വീകരിച്ചൊന്നൊരു സംശയം. പിന്നെ ഇങ്ങനെ വരും, അല്ലാതെ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കൊടുക്കുക. അയാൾ കേന്ദ്രമന്ത്രിയാണ്, മലയാളിയായ അയാള്. എന്നിട്ട് ഇപ്പൊ കേന്ദ്രമന്ത്രിസഭയിലെ ഈ ഇപ്പോഴത്തെ മാറ്റ സാധ്യതയെ കുറിച്ചുള്ള വാർത്തകളെല്ലാം അതിൻ്റെ ഒക്കെ ഒരു അടിസ്ഥാനമുണ്ട്. ഒന്ന്, ഈ ജോർജ് കുര്യനെ മന്ത്രിയാക്കിയത് മറ്റാരുടെയോ രാജ്യസഭാംഗത്വം, ആരുടെ മറന്നുപോയി, അത് അവരുടെ കാലാവധി ബാക്കി നിൽക്കുമ്പോൾ ജോർജ് കുര്യനെ ആക്കുന്നു. ആ കാലയളവിൽ ജോർജ് കുര്യനെ മന്ത്രിയാക്കി. അതിന് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ മോട്ടീവ് ഉണ്ടായിരുന്നു ആ ജോർജ് കുര്യനെ ആക്കാൻ. കാരണം ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന്റെ ഭാഗമായിട്ട് ആക്കിയതാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പാണ് കണക്കാക്കി. ജോർജ് കുര്യൻ അയാളുടെ ജോലി നന്നായി ചെയ്തു. കാലാവധി കഴിഞ്ഞാൽ പിന്നീട് അയാളെ നിലനിർത്തേണ്ട ബാധ്യത മോദി സർക്കാരിനില്ല. ഇതൊരു പൊളിറ്റിക്കൽ മോട്ടീവിന്റെ ഭാഗമായി വെച്ചതാണ്. അല്ലാതെ ജോർജ് കുര്യൻ്റെ സീനിയോറിറ്റി നോക്കിയോ അല്ലെങ്കിൽ ജോർജ് കുര്യനെ മന്ത്രിയാക്കിയില്ലെങ്കിൽ ജോർജ് കുര്യൻ പിണങ്ങി പോകുന്ന കരുതല്ല. അത്രക്കാരനുമല്ല. ഇങ്ങനെ അൽഫോൺസ് കണ്ണന്താനത്തെ പണ്ട് മന്ത്രിയാക്കി, അതും കുറച്ചാളുണ്ടായിരുന്നുള്ളൂ, വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. കുറച്ച് ടൈം അതിനുണ്ടായിരുന്നുള്ളൂ. അതേസമയം സുരേഷ് ഗോപി MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട് മന്ത്രിയായ ആളാണ്. ആദ്യം രാജ്യസഭാംഗമായി ഫുൾ ടൈം പൂർത്തിയാക്കി. ഇപ്പോൾ അദ്ദേഹം MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്, തൃശ്ശൂരിൽ നിന്ന് വിജയിച്ച ആളാണ്. അപ്പൊ കേരളത്തിൽ നിന്നും ആദ്യമായി കിട്ടിയ ഒരു MBA അവർക്ക് ഒരിക്കലും ഇടയ്ക്ക് വെച്ച് ഒഴിവാക്കേണ്ട ആവശ്യമില്ല, ഒഴിവാക്കത്തുമില്ല. അപ്പം ജോർജ് കുര്യൻ്റെ കാര്യവുമായി ഈ സുരേഷ് ഗോപിയെ കമ്പയർ ചെയ്യുന്നത് അതൊരു എന്താ പറയുന്നത്, ഒന്നുകിൽ അറിവില്ലായ്മ, വിവരമില്ലായ്മ, അല്ലെങ്കിൽ പകയുടെ ഭാഗമായി ചെയ്യുന്നൊരു സാധനമാണ്. അല്ല, അതാണല്ലോ ഇവിടെ സംഭവിച്ചത്. നമ്മളെ പത്രസമ്മേളനത്തിന് സംഭവിച്ചത്. പി പ്രസാദ് മന്ത്രിയായിരുന്നപ്പോൾ ഇദ്ദേഹം അവിടെ ഇരിക്കുന്നു, ശ്രീറാം വെങ്കട്ടരാമൻ, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ആയപ്പോൾ ധാർമ്മിക രോഷം വന്ന എല്ലാവർക്കും. ശ്രീറാം വെങ്കട്ടരാമനോട് നമുക്കൊക്കെ എതിർപ്പുണ്ടെങ്കിലും അയാൾ ശിക്ഷിക്കാനാണെന്നാണ് എൻ്റെ എല്ലാവരും. അതെ, പക്ഷേ ഈ ഇരട്ടത്താപ്പ് ശരിയല്ല. അന്ന് പ്രസാദിൻ്റെ അടുത്ത് പ്രസാദ് പറഞ്ഞ വകുപ്പ് ഡയറക്ടറാണ് അവിടെ ഇരിക്കും എന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ ഒപ്പമാണ് അന്ന് മുഖ്യമന്ത്രിയുടെ സമയത്ത് ഇയാളെ ഇരുത്തിയിരുന്നെങ്കിൽ ഇവരാരെങ്കിലും പറയാം, ചോദിക്കത്തില്ല, പുള്ളി നോക്കേ ഉള്ളൂ, അത്രേ ഉള്ളൂ, ചോദിക്കൊന്നുമില്ല. കാരണം അതാണല്ലോ പിണറായി. എനിവേ, അതാണ് നമ്മുടെ ഒരു ആമുഖമായി പറയാനുള്ളത്. പിന്നെ അതാ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്നുള്ളത്, നമുക്ക് രാഷ്ട്രീയപരമായി പറയുകയാണെങ്കിൽ കോടിയേരിയുടെ സഹധർമ്മിണി വിനോദിനിയുടെ അവര് പച്ച കുതിര, നമ്മുടെ DC ബുക്സിന്റെ പ്രസിദ്ധീകരണമായ പച്ച കുതിരയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ അവർ അതിരൂക്ഷമായി പ്രശ്നം നടത്തിയിട്ടുണ്ട്. ആരെയാണെന്ന് പേര് കൊടുത്തിട്ടില്ല. അത് വളരെ വ്യക്തമാണ്, എല്ലാവർക്കും അറിയാതെ. എനിക്ക് സത്യം പറഞ്ഞാല് ഈ കോടിയേരിയുടെ ഭാര്യ വിനോദിനി ഒന്ന് വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ ഒരു ചളുപ്പുണ്ട്. എന്നാന്ന് വെച്ചാൽ ഈ മക്കളെ കോടിയേരി നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. കോടിയേരി നമുക്കും ബഹുമാനമായിരുന്നു. കാരണം കോടിയേരിയോട് ബഹുമാനമോ ഇല്ലാത്തതായി ആരെയും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവർക്കും എതിർ രാഷ്ട്രീയ കക്ഷികൾക്ക് പോലും അതേത്ര വലിയ കോടിയേരിയുടെ അത്ര ആദരണീയ മനുഷ്യൻ. പക്ഷേ കോടിയേരിയുടെ മക്കൾ എന്തൊക്കെയോ പ്രശ്നങ്ങളിൽ പെട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് മാത്രമല്ല, കോടിയേരിയുടെ ഭാര്യ വിനോദിനിയെക്കുറിച്ച് നമ്മൾ അത്ര പോസിറ്റീവ് റിപ്പോർട്ടുകളല്ല കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് വിനോദിനോട് സംസാരിക്കണം. കാരണം എനിക്കിപ്പം വിനോദിനി പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അവരുടെ ഭാഗത്ത് കുറച്ച് ശരിയുണ്ടെന്ന് തോന്നുകയാണ്. ടി കെ ഗോവിന്ദൻ അവരെ വീട്ടിൽ ചെന്നപ്പോൾ അവർ കൃത്യമായ നിലപാട് അവരുടെ ആ നിലപാട് അല്ലെങ്കിൽ നട്ടല്ലേ എന്ന് പറഞ്ഞ് അംഗീകരിച്ചു. അതിന് വേറെ കാര്യമുണ്ട്. അവർ രാഷ്ട്രീയ പട്ടണത്തിലുള്ള കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് അവർ. അവരുടെ പിതാവ് A.V. രാജഗോപാൽ, അദ്ദേഹം MLA ആയിരുന്നു. പിണറായിക്കാളും വലിയ നേതാവായിരുന്നു അദ്ദേഹം. പിണറായി ജൂനിയറാണ്, അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു പിണറായിയും കോടിയേരിയൊക്കെ. 70 MLA ആയിരുന്നു, വലിയ പ്രബലനായ നേതാവായിരുന്നു, കണ്ണൂരിലെ ഏറ്റവും പ്രഗത്ഭനായ നേതാവായിരുന്നു അദ്ദേഹം. അപ്പം അതുകൊണ്ട് ഈ വിനോദിനി പറയുന്ന ഈ സംഭവം അത് സത്യമാണ്. അത് പിണറായി വിജയന്റെ പേര് പറയുന്നില്ലെങ്കിലും പിണറായി വിജയനെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറയുന്നത്. ഈ പറയുന്നത് ഗോവിന്ദന്റെ പേരാണെങ്കിലും ചെന്ന് എത്തുന്നത് പിണറായിക്ക് തന്നെയാണ്. ഈ ഗോവിന്ദനാണെങ്കിലും പിണറായി ആണെങ്കിലും ആരാണെങ്കിലും കോടിയേരിയുടെ ഭാര്യ എന്ന പരിഗണന കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. തീർച്ചയായും, അല്ലേ? മാനുഷിക പരിഗണന എന്നൊരു സംഗതി അവിടെ സഹപ്രവർത്തന. CPM ഇത്രയൊക്കെ ഉള്ളതേ. ഇപ്പം നായനാരുടെ ഭാര്യയെ കുറിച്ച് ഒന്നും കേൾക്കാനില്ലായിരുന്നു. ദീർഘകാലം
ഏറ്റവും മഹാനായ നേതാവായിരുന്നു ഓർക്കണം. അല്ല മാത്രമല്ല ഇവരെ കാര്യം എന്ന് വെച്ചാൽ പണ്ട് പി വി കുഞ്ഞിക്കണ്ണൻ LDP കൺവീനറായിരുന്ന ആളാണ്. ഇന്ത്യ അദ്ദേഹം അവസാനം പാർട്ടി വിട്ടുപോയി. അദ്ദേഹം പിണങ്ങി പാർട്ടി വരുന്നു. അദ്ദേഹം മകളും കൂടെ സഹകരണ സംഘം തെരഞ്ഞെടുപ്പ് കോട്ടയം വന്നപ്പോഴേ പച്ചത്തെറിയാണ് വിളിച്ചത് ആ മകളെ കുറിച്ച്. ഈ മകളെ LDP കൺവീനർ ആയിരുന്ന ആളിന്റെ കൂടെ വന്ന് അദ്ദേഹത്തിന്റെ മകളെ തെറി വിളിച്ചോണ്ട് എം.വി. രാഘവൻ എന്തെല്ലാം അനുഭവിച്ചു. നിയമസഭയ്ക്കകത്തിട്ടാണ് വർദ്ധിച്ചത്. അതാണ് അദ്ദേഹത്തിന്റെ മറ്റേ സ്നേക് പാർക്ക് ആ കുരങ്ങിനെ ജീവനോടെ കത്തിച്ചവർ കുത്തിക്കൊന്നിട്ട്. എന്തായാലും കോടിയേരിയുടെ ഭാര്യ വരുന്ന ആളുകളിൽ എന്തെങ്കിലുമൊക്കെ പറയാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം ഈ കോടിയേരിയുടെ കുടുംബവുമായി അടുപ്പമുള്ള ചിലരോട് സംസാരിക്കുമ്പോൾ ഈ പിണറായി വിജയന്റെ വീട്ടിൽ ED കയറിയതും ഇപ്പോൾ EDയുടെ അന്വേഷണം തുടരാൻ കോടതി അനുവദിച്ചതുമൊക്കെ അവർക്ക് വളരെ ആഹ്ലാദം പകരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെ മോനെ പിടിച്ചോണ്ട് വന്ന് കർണാടകത്തിലെ ജയിലിലോട്ട് അത് ED നടത്തിയപ്പോൾ കമന്റ് എന്തായിരുന്നു, അതൊക്കെ സ്വാഭാവികമായിട്ട് അതുണ്ട്. അത് മാത്രമല്ല ഈ കോടിയേരി വളരെ വിശ്വസ്തനായി പിണറായിക്കൊപ്പം നിന്നിട്ടും പിണറായിയുടെ വളർച്ചയിൽ ഒരു മുഖ്യ ഘടകം എനിക്ക് അത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു രംഗമുണ്ട്. ഈ പിണറായി പത്രക്കാരോടത്ത് കടക്കു പുറത്തുനിന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴേ അപ്പുറത്ത് നിസ്സഹായനായി കോടിയേരി നിൽക്കുന്ന ഒരു ദൃശ്യം ഞാൻ ഓർക്കുന്നത് വല്ലാതൊരു വിഷമത്തിൽ അദ്ദേഹം വിഷമിച്ചു. കാരണം അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പെരുമാറുന്ന ഒരാളോ അതല്ലെങ്കിൽ ഇത് പാർട്ടി സെക്രട്ടറിയാണ്. ഇപ്പൊ BS ആണ് പാർട്ടി സെക്രട്ടറി, BS ചിലപ്പോൾ തിരിച്ചു പറഞ്ഞത്. പക്ഷെ അദ്ദേഹം അടുത്ത സുഹൃത്താണ്, അവർ ഒരുമിച്ച് വളർന്നു വന്നവരാണ്. അപ്പോൾ തൻ്റെ ഉറ്റ സുഹൃത്ത് പത്രക്കാരോട് ഇറങ്ങി കടക്ക് പുറത്തെന്ന് പറയുമ്പോൾ അതിന് നിൽക്കാൻ പറയണം. അത് എന്തൊക്കെ പറയുന്നുണ്ട്. ഈ പിണറായി ഒന്നും പാസീവ് ശ്രമിക്കുന്നു, പിണറായി ഒന്നും കേൾക്കുന്നില്ല, കടക്ക് പുറത്തുനിന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത്ര സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു കോടിയേരി. അങ്ങനെ ഒരാളുടെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്തായാലും കോടിയേരിയുടെ കുടുംബത്തിന് നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കിടക്കാം അല്ലേ. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ കോടതി വിധിയാണ്. അതായത് അതിന്റെ ഒരു പശ്ചാത്തലം ഇന്നത്തെ കോടതി വിധി സംഭവിച്ചെന്ന് പറയും. ഇന്നത്തെ കോടതി വിധിയിൽ സംഭവിച്ചത് അന്വേഷണം തുടരാം. ED ഇത് സംബന്ധിച്ച് CMR സമർപ്പിച്ച ഹർജി തള്ളി EDക്ക് അന്വേഷണം തുടരാം എന്നതിനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതി ഡിവിഷൻ. ഇതിന്റെ പശ്ചാത്തലം ദയവായി മനസ്സിലാക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകർ എത്രമാത്രം ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കും എങ്കിൽ പോലും നമ്മുടെ ബാധ്യതയാണ്. അതായത് ഇതിനൊരു പശ്ചാത്തലം തുടക്കം ഉണ്ടാവുന്നത് നാളുകൾക്ക് മുമ്പാണ്, 2023 മറ്റുമാണ്. അതെ, 23. അതിന്റെയും മൂല കാരണം 2019 ഇത് നിരോധിച്ചിട്ടും അല്ലല്ല എനിക്ക് തോന്നുന്നു എന്താണ് ഇൻകം ടാക്സ് റെയ്ഡ് നടന്നത് 2019-20 കാലഘട്ടത്തിൽ തോന്നുന്നു. ആ കാലഘട്ടം ഇൻകം ടാക്സിന്റെ റെയ്ഡ് നടക്കുന്നു. CMRL എന്ന് പറഞ്ഞ കൊച്ചിയിലെ കമ്പനിയിൽ കരിമണൽ കർത്ത മെയിൻ മുഖ്യ രക്ഷകനായ മുഖ്യ ഉടമസ്ഥനായ കമ്പനിയാണ് CMRL. ഈ CMRL കമ്പനി റെയ്ഡ് നടത്തുമ്പോൾ ഒരുപാട് രേഖകൾ പിടിച്ചെടുക്കുന്നു. ഈ രേഖ എനിക്കൊന്ന് 2019-21 മറ്റോ ആ കാലഘട്ടത്തിൽ 19 ശേഷം ഇൻകം ടാക്സ് റെയ്ഡ് നടത്തുമ്പോൾ ഇവിടെ നിന്നാണ് 700 പേജുള്ള ഡയറി കിട്ടുന്നു. ആ 700 പേജുള്ള ഡയറിക്കകത്താണ് PV, മറ്റേ OC, RC, മറ്റേ ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ദിവസവുമാണ് 700 പേജ് പറയുന്നത്. ഓരോ ദിവസവും ഇന്നത്തെ ദിവസം ഇത്ര പേർക്ക് അത് 2 കോടി 3 കോടി 4 കോടിയാണ് ഒരു ദിവസത്തെ. അവരുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 350 കോടി രൂപയാണ് ഈ ഡയറിയിലെ മൊത്തം തുക. ഈ 2019 മുതൽ 23 വരെയുള്ള കാലയളവ് ഇയാൾ 1600 കോടി സംഭവിച്ചു. അടുത്ത വിഷയം, അത് വേറെ വിഷയം. അപ്പൊ ഈ ഡയറി എഴുതി വെച്ചിരിക്കുന്നു. ഈ ഡയറിയോടൊപ്പം തന്നെ ഇവരുടെ കംപ്ലീറ്റ് അക്കൗണ്ട്സ് പരിശോധിക്കുന്നു, അക്കൗണ്ടന്റുമാർ സംസാരിക്കുന്നു. അപ്പോഴാണ് പിണറായി വിജയന്റെ മകളുടെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം ഏതാണ് 8 ലക്ഷം 5 ലക്ഷം സംതിങ് മകളുടെ അക്കൗണ്ടിലേക്കും 3 ലക്ഷം രൂപ കമ്പനി അക്കൗണ്ടിലേക്ക് വരുന്നു. അപ്പൊ ഇതെന്താന്ന് ചോദിച്ചപ്പോൾ ഇവരുടെ കമ്പ്യൂട്ടർ, ഇവരുടെ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ്. പക്ഷെ ഒരു പേപ്പറും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഇൻവോയ്സ് അങ്ങോട്ട് അയക്കും, ഇവർ തിരിച്ച് പണം അയക്കും. ആ പരിപാടി ചെയ്തിട്ടേ ഇല്ല. ആ ഇൻവോയ്സ് അയക്കും. അതായത് മെയിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അതായത് ഇവരൊരു ഇൻവോയ്സ് അങ്ങോട്ട് അയക്കും. ഈ മെയിൽ മുഴുവൻ ഭരിച്ചു 93 ഇമെയിൽ കിട്ടി. വീണയുടെ കമ്പനി ഒരു ഇൻവോയ്സ് അങ്ങോട്ട് അയക്കും എല്ലാ മാസവും. അതായത് ഇത്ര ലക്ഷം അവരിങ്ങോട്ട് കാശ് അയക്കും. ഇതിനിടയിൽ ഇവർ തമ്മിലുള്ള കച്ചവടത്തെക്കുറിച്ചോ ബിസിനസിനെ കുറിച്ചോ യാതൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പം അവർ പറഞ്ഞത്, വീണ ചോദ്യം ചെയ്തപ്പോൾ വീണ പറഞ്ഞത് അവിടെ വന്ന് ഞാൻ ഓഫീസിൽ പേരും ചെയ്തിരുന്നു. അപ്പോൾ ഈ കമ്പനി ജീവനക്കാരോട് മുഴുവൻ ചോദിച്ചു. കമ്പനി ജീവനക്കാർ മുഴുവൻ ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞ് ചുമ്മാ കാശ് കൊടുക്കുന്നതാണ്. കാരണം അവരുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കമ്പനി സെക്രട്ടറി, HR മാനേജർ, എല്ലാവരുടെയും ഒരു സുരേഷ് കുമാർ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തോടുകൂടി ഇത് മാസപ്പടിയാണ് തിരിച്ചറിഞ്ഞിട്ട് ഇൻകം ടാക്സ് എന്ത് ചെയ്തു? ഇൻകം ടാക്സിന് ഇങ്ങനത്തെ ഇടപാടില്ല. ഇൻകം ടാക്സ് എന്ത് ചെയ്തു? ഇത് എക്സ്പെൻസ് കൂട്ടിക്കാണിക്കാൻ വേണ്ടി ചെയ്ത പണിയാണെന്ന് കണ്ടെത്തുന്നു. അതായത് നമ്മുടെ ഇൻകം ടാക്സ് നിയമം അനുസരിച്ച് നമ്മുടെ സ്ഥാപനം നടത്തുന്നു. ആ സ്ഥാപനത്തിന് വരുമാനം ഉണ്ടാകുന്നു. ആ വരുമാനത്തിൻ്റെ ലാഭം നിശ്ചയിക്കുന്നത് ജീവനക്കാരുടെ ശമ്പളം, അതുപോലെ തന്നെ മറ്റ് ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ, എല്ലാ ചെലവും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചെലവും. ഉദാഹരണത്തിന് നമ്മുടെ റിപ്പോർട്ടർമാർ
വാർത്തയെടുക്കാൻ പോകുന്ന ചെലവ് നമുക്ക് കൊടുക്കാം. പക്ഷേ അവരെന്തെങ്കിലും ഭാര്യമായിട്ട് ടൂറിന് പോകുന്നതിന് ചെലവ് കൊടുക്കാൻ പറ്റില്ല. ഇത് കമ്പനിക്കാരത്തിനാണ് പോയത്. എൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ. ഞാൻ വാർത്തയുടെ ആവശ്യത്തിന് വേണ്ടി പണം ചെലവഴിച്ചാൽ അതെൻ്റെ കണക്കിൽ ഉൾപ്പെടുത്താം, എൻ്റെ കണക്കിൽ ഉൾപ്പെടുത്താം. പക്ഷെ ഞാൻ ടൂർ അടിക്കാൻ പോയിട്ട് ഉൾപ്പെടുത്തിയാൽ പറ്റത്തില്ല. ഇത്തരത്തിൽ എന്തിനാ വെച്ചാൽ ഇത് കഴിഞ്ഞ് കിട്ടുന്നതാണ് ലാഭം. ഈ ലാഭത്തിനാണ് ടാക്സ് അടയ്ക്കേണ്ടത്. അതെ. അപ്പം ചെലവ് കൂട്ടി കാണിക്കുന്ന ഒരു പ്രവണത, ലാഭം കുറയുമല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഈ പല കമ്പനികളും, എന്നോട് ചാർട്ടർ അക്കൗണ്ടന്റ് പല കമ്പനിമാരും കാമുകിമാർക്ക് സമ്മാനം മേടിച്ചു കൊടുക്കുന്ന സാധനം പോലും ഇന്നത്ത് വെക്കും. ഡയമണ്ട് മേടിക്കും, ഡയമണ്ട് മേടിച്ചു കൊടുക്കുന്നു, ഡയമണ്ട് ബില്ല് വെക്കും. എന്തായാലും ഒരു കരിമണൽ കമ്പനിക്ക് ഡയമണ്ട് തൂക്കിടാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ ഒരു പാത്രസാധനം പറ്റത്തില്ലല്ലോ. ഇതൊക്കെ നല്ല ചാർട്ടേഡ് അക്കൗണ്ടന്മാർ അപ്പോഴെ വലിച്ചു തീർക്കളയും. നല്ല ചാർട്ടേഡ് അക്കൗണ്ടന്മാര് പക്ഷേ ഈ കൃത്രിമം മാത്രം കാണിക്കുന്ന ഒരു കമ്പനിയിൽ ഇവർക്ക് അങ്ങനെ വലിച്ചു കയറാൻ പറ്റത്തില്ല. കാരണം കൃത്രിമമാണ് മൊത്തം കൃത്രിമമാണല്ലോ, അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിച്ചു രാജ്മോഹൻ? ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ ഈ ബോധപൂർവം ചെലവ് പെരുപ്പിച്ച് കാട്ടിലാണ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതിന്റെ പേരിൽ അവർ കേസെടുത്തു. ഈ കേസ് ഡൽഹി ഇൻകം ടാക്സ് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിൽ അവരിൽ ഈ കമ്പനിയാണ് ഇതിനകത്ത് വീണ പ്രതിയല്ല, വീണ അറിഞ്ഞിട്ടുമില്ല. വീണ അവരെ ബാധിക്കില്ല. എക്സാലോജിക്ക് പ്രതിയല്ല, CMRL മാത്രമാണ് പ്രതി. CMRലാണ് റെയ്ഡ് നടന്നത്. കാരണം ഇൻകം ടാക്സുകാരെ സംബന്ധിച്ചിടത്തോളം എക്സാലോജിക്ക് പൈസ കൊടുത്ത് പറഞ്ഞിട്ട് അവർക്ക് വിഷയമല്ല. അത് അവരുടെ വിഷയമല്ല. ഇത് കള്ളത്തരത്തിൽ കൊടുത്താണെന്ന് പറയുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? CMRL കമ്പനിക്കെതിരെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് വിധിക്കുന്നു. ആ വിധിക്കകത്ത് ഈ പറയുന്ന പൈസ ഇങ്ങനെ കൊടുത്തിരിക്കുന്നതും ഇതാണെന്ന് പറഞ്ഞിട്ടാണ് പിഴയിടുന്നത്. CMRL ആ പിഴ അടയ്ക്കുന്നു, അപ്പീലിന് പോകുന്നില്ല, ഖതം ഹോഗയ. പക്ഷെ നാളുകൾക്ക് ശേഷം, അതായത് ഈ സംഭവം കഴിഞ്ഞ് ഏതാണ്ട് 6 മാസമോ 1 കൊല്ലമോ കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയുണ്ടെന്നും അതിൽ പിണറായി വിജയന്റെ മകൾ മാസപ്പടി വാങ്ങിയിട്ടുണ്ട്, അത് മാസപ്പടിയാണ്, അത് ചെലവല്ല എന്ന് അവർ കണ്ടെത്തി അതിന് പിഴ അടച്ചിട്ടുണ്ട് എന്നുള്ള വിവരം മനോരമയുടെ ജോമി തോമസിന് കിട്ടുന്നു. ജോമിയാണ് ശരിക്കും അതിന്റെ പശ്ചാത്തലം. ജോമി വലിയ വാർത്ത കൊടുക്കുന്നു. CPMകാർ വെപ്രാളപ്പെട്ട് ജോമിയെ പരിഹസിച്ചിറങ്ങുന്നു. അങ്ങനെ കുറെ കാലം ഈ മാസപ്പടി വിവാദം ഇവിടെ ആരംഭിക്കുന്നു. വാർത്തകൾ അവർ CPM അതാണല്ലോ ഒരു പാവം സ്ത്രീ ബിസിനസ് ചെയ്ത് പറഞ്ഞൊരു അന്നൊരു അമ്മയുടെ റിട്ടയർമെന്റ് എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ പിന്നാലെ ഷോൺ ജോർജ് പോകുന്നു. ഷോൺ ജോർജ് ഇത് മാസപ്പടിയാണ്, ഇത് കേസെടുക്കണം, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസെടുക്കണം, SFIO അതിന് സമ്മതിക്കുന്നില്ല. ഷോൺ ജോർജ് കോടതിയിൽ പോകുന്നു. കോടതി SFIയോട് ചോദിക്കുന്നു. SFIO പറഞ്ഞു എടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ കോടതിയുടെ അനുമതിയോടുകൂടി SFIO കേസെടുക്കുന്നു. SFIയുടെ കേസിൽ വീണ വിജയനും പ്രതിയാവുന്നു, CMRലും പ്രതിയാവുന്നു, അവരെല്ലാം പ്രതിയാകുന്നു. ഫുൾ അന്വേഷണം നടക്കുന്നു. ഇവർ കേസ് അന്വേഷണം ആയി മുമ്പോട്ട് പോകാൻ വേണ്ടി കോടതി എറണാകുളത്തെ കൊമേഴ്ഷ്യൽ കോടതി കൊണ്ടുപോയി ഇത് കൊടുക്കുന്നു. CMRL ഹൈക്കോടതി പോയി ഈ അന്വേഷണം തടയുന്നു, സ്റ്റേ വാങ്ങുന്നു. അവിടെ കഥം ഹോകയ, അടുത്ത കഥം ഹോകയ. ആ അന്വേഷണം മുമ്പോട്ട് പോകുന്നില്ല. പക്ഷേ ഈ സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു കേസെടുക്കുന്നു, ED ഒരു കേസെടുക്കുന്നു. കാരണം EDയുടെ കേസ് എന്താണ്? സാമ്പത്തിക മണി ലോണ്ടറിങ് നടന്നിരിക്കുന്നു. അത് ഏതൊക്കെയാ? ആ 100-300 കോടി രൂപ കൈക്കൂലി കൊടുത്തതും വീണ വിജയന് ഇത് കൊടുത്തതുമൊക്കെ മണി ലോണ്ടറിങ് ആണ്. അപ്പൊ അതേക്കുറിച്ച് അവർ അന്വേഷണം നടക്കുന്നു. ഈ അന്വേഷണത്തിനെതിരെ ഈ വീണ്ടും CMRL അടുത്ത കേസിന് ഹൈക്കോടതി പോകുന്നു. ഓർക്കണം, CMRL ഇറക്കുന്നത് വലിയ വക്കീലന്മാരെയാണ്, എല്ലാ കേസിലും വലിയ വക്കീലന്മാരെ ഇറക്കി. അപ്പൊ ഇതിന് KSIDCയും ചേരുന്നു കക്ഷി. ഷെയർ ഹോൾഡറാണ്. നമ്മളെ കാശ് കൊടുത്ത് KSIDCയും ചേരുന്നു. കോടതി സ്റ്റേ ചെയ്യുന്നു. 1.5 കൊല്ലത്തോളം സ്റ്റേ തുടരുന്നു. യാതൊന്നും സംഭവിക്കുന്നില്ല. ഈ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് രവി ഈ കേസിൽ സ്റ്റേ വിക്കേറ്റ് ചെയ്തുകൊണ്ട് അന്വേഷണം തുടരാമെന്ന് പറയുന്നു. തുടരാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസമാണ് റെയ്ഡ് നടക്കുന്നത്. വീട്ടിൽ നേരെ എത്തിയവർ റെയ്ഡ് നടക്കുന്നു. അപ്പീലിന് പോകുന്നു. അന്ന് അപ്പീലിന് വേണ്ടി സമയം തരാമെന്ന് ചോദിച്ചു. പറ്റത്തില്ല, നിങ്ങൾ അപ്പീൽ കൊടുത്തു, പക്ഷെ ഞങ്ങൾ സ്റ്റേ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ റെയ്ഡ് പൂർത്തിയായി. ഹൈക്കോടതി കൊണ്ട് കൊടുക്കുന്നു. ഹൈക്കോടതി വാദം കേൾക്കുന്നു. ഡിവിഷൻ ബെഞ്ച് വാദം കേൾക്കുന്നു. അവരും അന്വേഷണം തുടരാമെന്ന് പറയുന്നു. 2 ആഴ്ച സുപ്രീം കോടതി സമയം തരാമെന്ന് ചോദിച്ചു. ഇത് മരവിപ്പിക്കാം, 2 ആഴ്ച സമയം തരണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയാണ് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം. ഇത്രയാണ് പ്രതിസന്ധി. അപ്പോൾ SFIയുടെ കേസ് അവിടെ ഇപ്പോഴും സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ SFIയുടെ കേസിന്റെ സ്റ്റേ ഏത് നിമിഷവും മാറാം. ഡൽഹിയിലല്ലേ അത് സ്റ്റേ? അല്ല, ഇവിടെയാണ്. ഡൽഹിയിൽ
ഡൽഹിയിലാണോ? ചെറിയ സംശയമുണ്ട് എനിക്ക് അക്കാര്യത്തിൽ. ഡൽഹി കോടതി ആയിരിക്കും. ഞാൻ ക്ഷമിക്കണം പ്രേക്ഷകർ. അപ്പോൾ ആ ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുന്നു. ആ സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുന്ന കേസ് ഏത് നിമിഷവും സ്റ്റേ മാറാം. ഇവിടെ സംഭവിച്ച പോലെ ഇവിടെ സംഭവിച്ച ആ കേസ് ഉണ്ട്. പക്ഷെ ഇപ്പം അതും ഇതും തമ്മിലൊരു ബന്ധവുമില്ല. ഏത് ഇൻകം ടാക്സിന്റെ SFIOയ്ക്ക് പോയത് ബന്ധമില്ല. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ വിഷയത്തിൽ എന്തിനാണ് ED ഇടപെടുന്നത് എന്നുള്ളതാണ് CMRന്റെ ചോദ്യം. പക്ഷെ അത് വേറെ, അത് കഴിഞ്ഞുപോയി. ഇൻകം ടാക്സിന്റെ കേസ് കഴിഞ്ഞുപോയി. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം, ഞാൻ ഷോണിനോട് സംസാരിച്ചു, ഞാൻ വളരെ കൃത്യമായിട്ട് സംസാരിച്ചു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഷോൺ പറയുന്നത് ED ആണ് തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യണമെന്ന്. വീണ അറസ്റ്റ് ചെയ്യാം, അവർക്ക് ചെയ്യാം. കാരണം വീണ പ്രതിയാണ്. ഇതിലെ പ്രതിയാണ്. അവർക്ക് വേണമെങ്കിൽ വീണയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം. ഇനി അതല്ല, അവർക്ക് നോട്ടീസ് കൊടുത്ത് ഓൾറെഡി വീണയെ ചോദ്യം ചെയ്തു, പലതവണ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം റെയ്ഡിന്റെ അടുത്ത് വീണ്ടും പിണറായി തന്നെ സംബന്ധിച്ചു, എന്നെ അല്ല ചോദ്യം ചെയ്തു. അപ്പൊ വീണയെ വിശദമായി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ വീണയിൽ നിന്ന് പിണറായിലേക്കുള്ള വാതിൽ തുറക്കുകയോ ചെയ്യാം. കാരണം ഇതിനോടകം തന്നെ പിണറായി പ്രതി ആക്കപ്പെട്ടില്ലെങ്കിലും പ്രതിയാണ്. കാരണം വീണയ്ക്ക് പൈസ വരാൻ വകുപ്പോടുന്നു. മാത്രമല്ല ഈ കേസിലെ പ്രതികളായ കമ്പനി ജീവനക്കാർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് അടക്കമുള്ള കമ്പനി ജീവനക്കാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അത് തിരുത്താൻ വേണ്ടി കൊണ്ടെടുത്തിട്ട് കോടതി ഓടിക്കുകയും ചെയ്തു. ഇത് പറഞ്ഞു കഴിഞ്ഞു, വീണയുടെ അപ്പനാണ് ഞങ്ങൾ ഈ പ്രതിഫലം കൈപ്പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ പ്രതിഫലമാണ് നിങ്ങൾ മുമ്പേ പറഞ്ഞ അതാണ് ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകർ തിരിച്ചറിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതാണ് 2016 മുതൽ ഇവർ ഈ പൈസ കൊടുത്ത് തുടങ്ങുന്നുണ്ട്. അധികാരത്തെത്തിയ മുതൽ അന്ന് മുതൽ കുഴപ്പമില്ലാതെ ഇവർ ഈ കരിമണൽ ഖനനവും വാങ്ങലും ഒക്കെ മേടിക്കുന്നുണ്ട്, IRA കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ സ്വകാര്യ മേഖലയും ഈ കരിമണൽ കൈകാര്യം ചെയ്യാൻ അനുമതി ഉണ്ടായിരുന്നു. ഈ അനുമതി ഉണ്ടായിരുന്നെങ്കിൽ അവിടെയാണ് മനസ്സിലാക്കേണ്ട വേറെ പലരും പറഞ്ഞത്. 2000 ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ ഉണ്ട് കൈക്കൂലി. പക്ഷെ അന്ന് എന്തിനാണ് കൈക്കൂലി കൊടുക്കുന്നത് അറിയാമോ? ഇതിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മറച്ചു വെക്കാനാണ്. ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ അന്ന് വലിയ തോതിൽ പ്രക്ഷോഭം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് പ്രേക്ഷകർ വളരെ സൂക്ഷ്മതയോടെ കേൾക്കേണ്ട കാര്യമുണ്ട്. കരിമണൽ കർത്തയ്ക്ക് ലൈസൻസോടുകൂടി കരിമണൽ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. അന്ന് CMRലിന് ലൈസൻസോടുകൂടി കരിമണൽ കൊണ്ടുപോകാൻ നിയമ തടസ്സം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രോസസ്സ് വഴി രാസവസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്ന അടക്കവും അതുപോലെ തന്നെ ഈ കരിമണൽ വളരെയേറെ വില കൂടിയ സാധനമാണ്. അതിന്റെ സാധ്യത നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാത്ത, അത് ചെറിയ വിലയ്ക്ക് കൊണ്ടുപോകുന്നില്ല പ്രശ്നം കൊണ്ടാണ് അന്ന് പരിസ്ഥിതിക്കാരും VM സുധീരനും VS അച്യുതാനന്ദനും ഒക്കെ പ്രശ്നം ഉണ്ടാക്കിയത്. എന്നാൽ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും കൈക്കൂലി കൊടുത്തുകൊണ്ടിരുന്നത്. ആർക്ക്? ഈ പറയുന്ന എല്ലാവർക്കും, മാധ്യമ പ്രവർത്തകർക്കും, വടയാർ സുനിലിനും കേരള കൗമുദിക്കും ഒക്കെ കൊടുത്തു. പക്ഷേ 2019 സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ സ്വകാര്യ മേഖലയിലെ ഖനനവും ഇത്തരത്തിലുള്ള ഈ എക്സ്ട്രാക്ഷനും ഒക്കെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ലൈസൻസ് റദ്ദാക്കണം. അതായത് ഇവർക്ക് കൊടുക്കുന്ന സംസ്ഥാനം കൊടുത്തിരിക്കുന്ന ലൈസൻസ്, ഈ ലൈസൻസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ കത്തയക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ചീഫ് സെക്രട്ടറി കത്തയക്കുന്നു. അല്ല, വ്യവസായ വകുപ്പ് ആരോ ചുമതല, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കത്തയക്കുന്നു. അവരാണ് കൊടുത്തത്. പക്ഷേ പിണറായി വിജയൻ സമ്മതിക്കുന്നില്ല. 2019 മുതൽ 23 വരെ 4 വർഷം ഈ ലൈസൻസ് റദ്ദാക്കാതെ അനധികൃതമായി കൊള്ള നടത്താൻ അനുമതി ഉണ്ട്. ഈ കാലഘട്ടത്തിലാണ് നിങ്ങൾ മുമ്പ് പറഞ്ഞ 1600 കോടിയുടെ അനധികൃതമായ ഇടപാട് നടന്നു. അപ്പോഴേക്കും സ്ഥിതി മാറി. വെറും മാസപ്പടി പേരെഴുതാത്ത നിയമപരമായി മകൾക്കും കാശ് മേടിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ വിവാദം. ഇതാണ് കറക്റ്റ് ചിത്രം. ഇതാണ്. അപ്പൊ ഇനി എന്ത് സംഭവിക്കും? ഞാൻ അവനോട് ചോദിച്ചു. അവൻ എന്നുള്ള വാക്കൊക്കെ പറയുന്ന ആളെ നമുക്ക് സൗഹൃദമുള്ള ശ്രീനാദേവിയെ കുറിച്ച് എന്തോ അവള് പറഞ്ഞു ഈ ഷോൺ ജോർജ് നമ്മുടെ അനിയനാണ്. അതുകൊണ്ട് അവൻ അറിയാതെ അവരെന്ന് പറഞ്ഞു പോയത് ക്ഷമിക്കണം. എന്തായാലും ഷോൺ ജോർജിനോട് വിശദമായി സംസാരിച്ചു. ഷോൺ പറഞ്ഞത് ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാ തെളിവുകളും ഉണ്ട്. ഏതാ തെളിവില്ലാത്ത? കാരണം SFIയുടെ അന്വേഷണ റിപ്പോർട്ട് അത് കോടതിയിലുണ്ട്. അത് നമ്മൾ പുറത്തുവിട്ടിരുന്നു. അന്വേഷണ റിപ്പോർട്ടിൽ എല്ലാ എവിഡൻസും എല്ലാ അറ്റാച്ച്മെന്റും ഉണ്ട്. ഷോൺ പറഞ്ഞു അതൊന്നും വേണ്ട ചേട്ടാ, എൻ്റെ പരാതിയിൽ എല്ലാ അറ്റാച്ച്മെന്റും ഉണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ വിജയനെ ഇപ്പോൾ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. EDയുടെ ഡയറക്ടർ നേരിട്ട് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. ഒരുപക്ഷെ ഇനി ഷോൺ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ പ്രതിയല്ല പിണറായി വിജയൻ. പിണറായി വിജയനെ പ്രതിയാക്കാൻ യാതൊരു പ്രയാസവുമില്ല. അന്വേഷണത്തിന് ഏത് കാലഘട്ടത്തിൽ വേണം, ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും പിണറായിയെ പ്രതിയേർക്കാം. അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും പിണറായിയെ പ്രതിയേർക്കാം, പിണറായി അറസ്റ്റ് ചെയ്യാം. ഇതാണ് എന്നോട് ഷോൺ പറഞ്ഞത്. അതിൻ്റെ സാങ്കത്യം പ്രേക്ഷകർക്ക് മനസ്സിലാക്കുക. അതായത് വീണ വിജയൻ്റെ കാര്യം നോക്കുക. വീണ വിജയൻ ഓൾറെഡി പ്രതിയാണ്, നേരത്തെ പ്രതിയാണ്.
വീണ വിജയനെ എന്തായാലും അപ്പൊ ആകെപ്പാടെ അവശേഷിക്കുന്നത് തൽക്കാലം സമൻസ് അയച്ച് വിളിച്ച് അവിടെ കൊണ്ടുപോയി ചോദ്യം ചെയ്ത് ആ ചോദ്യം ചെയ്യൽ കുറച്ച് ദിവസങ്ങൾ തുടർന്ന് അതിനൊടുവിൽ അറസ്റ്റ് ചെയ്യണം. പലപ്പോഴും അങ്ങനെയാണ് പലരും അറസ്റ്റ് ചെയ്യുന്നത്. അതെ, അത് ഇടി പലപ്പോഴും ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് പല ദിവസങ്ങൾ ചോദ്യം ചെയ്തിട്ട് ഒരു ദിവസം അറസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഒരു സാധ്യത. കാരണം ഒന്ന്, ഓൾറെഡി പ്രതിയാണ്, തെളിവുണ്ട്. രണ്ട്, ഡിജിറ്റൽ രേഖകൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ആകെപ്പാടെ ഒരു പ്രശ്നം അവശേഷിക്കുന്നത് ഈ മാസപ്പടി വാങ്ങിയതിന്റെ പേരിൽ ഇഡിക്ക് കേസെടുക്കാൻ പറ്റത്തില്ല. കള്ളപ്പണ ഇടപാടിന് ഈസി കേസെടുക്കാൻ പറ്റും. കള്ളപ്പണം ഏതാണ്ടാണെന്ന് പറയാമോ? ഈ അക്കൗണ്ടിൽ വരുമ്പോൾ കള്ളപ്പണം ആവുമോ? അയാളുടേത് കള്ളപ്പണമാണ്. അതെ. പക്ഷെ അതായത് ഈ ED PV എന്നും OC എന്നും RC എന്നും ഒക്കെ എഴുതി കൊടുത്തത് കള്ളപ്പണമാണ്, കണക്കിലില്ല. കള്ളപ്പണം കൈപ്പറ്റുകയാണെങ്കിൽ അതും ഒരു അത് സാങ്കേതിക പ്രശ്നമുണ്ട്. കാരണം ഇത് ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്ന കാശല്ലേ, ടാക്സ് അടച്ച കാശല്ലേ, GST കൊടുത്തു, GST അടയ്ക്കുകയും ഇൻകം ടാക്സ് ഡിക്ലെയർ ചെയ്യും. GST കൊടുത്ത സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് അതിനൊരു ക്ലാരിറ്റി, ലീഗൽ ക്ലാരിറ്റി നമുക്കില്ല. പക്ഷെ അപ്പോഴും പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാം. കാരണം പിണറായി വിജയനെ പ്രതികൾക്ക് അറസ്റ്റ് ചെയ്യാം. കാരണം പിണറായി വിജയൻ ഈ വീണ ചെയ്യാത്ത സേവനത്തിന് വേണ്ടി പണം കൈപ്പറ്റിയത് പിണറായി വിജയന് വേണ്ടിയിട്ടാണ്. അതല്ല, പിണറായി വിജയന്റെ മകളെന്നുള്ളത് മാത്രമാണല്ലോ ഈ വീണ യോഗ്യത. അപ്പൊ അതുകൊണ്ട് വീണ വിജയനെ വിളിച്ച് അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്ന ഘട്ടം ഇനി സംഭവിക്കാൻ പോകുന്നത് വീണ വിജയനെ ചോദ്യം ചെയ്യാൻ എന്തായാലും വിളിപ്പിക്കും, ഉറപ്പാണല്ലോ. അത് ഈ ദിവസങ്ങളിൽ തന്നെ ആക്ഷൻ ഉണ്ടാവും. ഇന്ന് രാത്രിയോ നാളെയോ ഉണ്ടായാൽ അത്ഭുതപ്പെടാം. ഡയറക്ടർ തന്നെ നേരിട്ട് കൊച്ചിയിലെത്തി അതിനോട് കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നു, അന്വേഷണം ത്വരിതയിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നതാണ്. പെട്ടെന്ന് അതിന് കാരണം കൂടിയുണ്ട്. അവരെ ആക്രമിച്ചില്ലേ? നോക്കുക, ED ഉദ്യോഗസ്ഥർ അവരുടെ ഡ്യൂട്ടി ചെയ്തപ്പോൾ ഇവിടെയുള്ള പോലീസിന്റെ ഒത്താശയോടുകൂടി അവരെ അറ്റാക്ക് ചെയ്തു. ആ ഡ്രൈവറുടെ ഒരു ഇന്റർവ്യൂ ഞാൻ പിന്നീട് കണ്ടു. അകത്തിരുന്ന് ഉദ്യോഗസ്ഥർ പാനിക്കായി, വിട്ടോ 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 എന്ന് പറയുന്നെന്ന് പറഞ്ഞു. എങ്ങോട്ട് വിടാ, ഇവർ മൊത്തം വളഞ്ഞു വെച്ചേക്കല്ലേ വണ്ടി. അല്ല, അതെ ഞാൻ പറഞ്ഞ, അവർ പാനിക്കായി, അവരുടെ കണ്ണിൽ ഇത് വീഴുന്നു, ഗ്ലാസ് വീഴുന്നു, അവരുടെ ശരീരത്തിൽ പരിക്കേൽക്കുന്നു. നോക്കൂ, ഒരു ഉദ്യോഗസ്ഥൻ ശമ്പളം കൈപ്പറ്റി അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലി ചെയ്തതിന് അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അറ്റാക്ക് ചെയ്തതിനൊക്കെ അകത്തായി, അത് വേറെ കാര്യം. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്ന് ED സംശയിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ അവർ കേന്ദ്ര ഏജൻസിയെ കുറിച്ച് അന്വേഷണത്തിന് സാധ്യതയായില്ല. ഈ പിടികൂടിയ പ്രതികളെല്ലാം തന്നെ ആദ്യം വളരെ ഞെളിഞ്ഞെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. പാർട്ടി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ EDക്ക് വാശിയുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ഇത്രയും അഹങ്കാരം കാണിച്ചവരെ വെറുതെ വിടരുത്. മാത്രമല്ല അവരുടെ ജീവനക്കാരുടെ മുറയിലിനെ ബാധിക്കുന്ന കാര്യമാണത്. പശ്ചിമ ബംഗാൾ കണ്ടല്ലോ, ഷേഖ് ഷാജഹാൻ, ഈ ആളുടെ ED ഷാജഹാൻ ഷേഖ്, അയാൾ ഇത്രയും ദിവസം അവരെ ആക്രമിച്ചിട്ട് ഇപ്പോഴും ജയിലിൽ കിടക്കണം അയാൾ. അതെ. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഈ കേസിനപ്പുറത്തേക്ക്, അതായത് അറ്റാക്ക് ചെയ്തതിൻ്റെ കേസ് മുറുക്കും, അറ്റാക്ക് ചെയ്ത കേസ് മുറുക്കുന്നതിന് അപ്പുറത്തേക്ക് ഏതെല്ലാം തരത്തിൽ പിണറായിയെയും മകളെയും വളയാമോ അത്തരത്തിലൊക്കെ വളയാനുള്ള ഒരു വാശി അവർക്കുണ്ടാവും. ഒരുപക്ഷെ അധികാരത്തിൽ നിന്ന് ഒഴിയാൻ കാത്തിരുന്നതാവാം അവർ ഇതുവരെ വെയിറ്റ് ചെയ്ത കാര്യം. EDക്ക് ഇഷ്ടം പോലെ പിണറായി, ഇവിടെ ഒരു യഥാർത്ഥത്തിൽ കുഴങ്ങുന്നത് പിണറായിയാണ്. ഒന്ന്, മകൾ അറസ്റ്റിലാപ്പെടുന്ന ഒരു സാഹചര്യം പിണറായിക്ക് സഹിക്കാൻ പറ്റത്തില്ല. രണ്ട്, പിണറായിക്ക് മേൽ കേസെടുക്കാൻ EDക്ക് ഒരുപാട് വഴികളുണ്ട്. ലൈഫ് മിഷൻ അടക്കം ആ ഓൾറെഡി വേറെ കേസുണ്ട്, ഒരുപാട് കേസുകളുണ്ട്. അതിലൊന്നും പിണറായി പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല. ലൈഫ് മിഷൻ കേസ് നോക്കൂ, നിയമവിരുദ്ധമായി UAE നിന്ന് പണം ശേഖരിച്ചിട്ട് ഇവിടെ അക്കൗണ്ട് ഉണ്ടാക്കി ഇങ്ങോട്ട് വന്നിട്ട് സർക്കാരിന്റെ പ്രോജക്റ്റ് നിക്ഷേപിക്കുകയാണ്. റെഡ് ക്രസന്റ് എന്ന് പറയുന്ന ഒരു സംഘടന ഇങ്ങോട്ട് പൈസ വാങ്ങുന്നു. അതായത് ഇവിടെ ഉണ്ടാക്കിയ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് ഈ അക്കൗണ്ട് സർക്കാരിന് ഇതിലേക്ക് മാറ്റുകയാണ്. ഇവിടുത്തെ റെഡ് ക്രോസ് കാശ് കൊടുത്താലും ഓക്കെ, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ലൈഫ് മിഷൻ പദ്ധതിക്ക് പണം കൊടുത്തു പറഞ്ഞാൽ ന്യായം. പക്ഷേ ഇന്ത്യയിൽ പ്രവർത്തിക്കാത്ത റെഡ് ക്രസന്റ്, ഇവിടെ റെഡ് ക്രോസ് ആണ്. അതെ, അവിടെ റെഡ് ക്രസന്റ് ആണ്. ഈ റെഡ് ക്രസന്റ് അവിടെ നിന്ന് ഇവിടെ ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ഉണ്ടാക്കിയാണ് പണം കൊണ്ടുവന്നത്. അല്ല, അതൊരിക്കലും നിയമപരമല്ലല്ലോ. നിയമപരമല്ല. റെഡ് ക്രോസിന്റെ വിദേശത്തെ പണം സ്വീകരിക്കാൻ വേറെ ഒരുപാട് അപ്പോൾ അത് ലൈഫ് മിഷനിലെ സാമ്പത്തിക ഇടപാടുകൾ ഫെമാ നിയമലംഘനമാണ്. നമ്മൾ ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശ സാമ്പത്തിക ഇടപാട് നടത്താൻ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്തിരിക്കുന്ന അടക്കമുള്ള കേസുകൾ കിടക്കുവാണ്. സ്വർണ്ണക്കടത്തൊക്കെ പിന്നെ തെളിയിക്കപ്പെടാതെ പോയി എന്താണെന്നറിയില്ല. പക്ഷേ ഈ ലൈഫ് മിഷൻ കേസ് കിടക്കുവാണ്. അവിടെയാണ് ഇപ്പോൾ ഇവർ ഇടപെടുന്നതും പിണറായിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതും. പിണറായിക്ക് അതിൻ്റെ ഒരു പരിഭ്രമം മൊത്തത്തിൽ കാണാനുണ്ട്. കഴിഞ്ഞ നിയമസഭയിലൊക്കെ തന്നെ നമ്മൾ കണ്ടാണ്. അദ്ദേഹം കുറച്ച് പരിക്ഷീണനാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവിടെ സതീശന്റെ മുന്നിൽ അദ്ദേഹം പരങ്ങുന്നുണ്ട് പലപ്പോഴും. അതൊരു ഭയങ്കര കേട്ടോ. ഇന്നലെ നമ്മളത് ഈ കാര്യം പറഞ്ഞിട്ട് നമ്മൾ കയ്യിലേക്ക് പോകാം. അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ വളരെ കൃത്യമായി നോക്കിയാൽ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പിണറായി വിജയനും മകൾ വീണ വിജയനും ഏറ്റവും കുറഞ്ഞ സമൻസ് ചെയ്യപ്പെടാം. വീണയ്ക്ക് സമൻസ് ഉറപ്പാണ്, പ്രതിയായതുകൊണ്ട് പിണറായിക്ക് കൊടുക്കാം.
ആ സമൻസിൽ വിളിച്ചു വരുത്തിയാൽ പിണറായിക്ക് പോവേണ്ടി വരും. ഇനി CPM രീതി അനുസരിച്ച് സമൻസിനെതിരെ ഹൈക്കോടതി പോകുന്ന രീതിയുണ്ട്. പക്ഷേ ഈ അന്വേഷണത്തിനെതിരെ പോയ കേസുകളെല്ലാം തള്ളപ്പെട്ടതുകൊണ്ട് ഈ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള, കാരണം കോടതിയെ അനുവദിച്ചിട്ടാണ് അന്വേഷണം നടക്കുന്നത്. മാത്രമല്ല ഈ മർദ്ദനത്തിന്റെ ഇവിടുന്ന് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കോടതി കണ്ടതല്ലേ, ദൃശ്യങ്ങൾ. അതെ, ഇവര് ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ ഇതാണ് അവസ്ഥ. ഇനി പിന്നെ ഇതിനൊരു പൊളിറ്റിക്സ് കൂടെ ഉണ്ട്, നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. അതായത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ കേസാണെങ്കിൽ പോലും അത് പറയേണ്ടിയിരിക്കുന്നു. EDക്ക് അല്പം പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ള സത്യമാണ്. അത് നമ്മളിപ്പം നിഷേധിക്കാൻ പറ്റത്തില്ല. കാരണം അതുകൊണ്ടാണ് EDയുടെ കൺവിക്ഷൻ റേറ്റ് വളരെ കുറവാണ്. ED അന്വേഷണ ഏജൻസിയാണ്, കേസെടുക്കും. പക്ഷേ EDക്ക് കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട്. അതായത് കേന്ദ്ര സർക്കാർ CBI അങ്ങനെ കാര്യമായി ദുരുപയോഗിക്കുന്ന കണ്ടില്ല, EDയെ ദുരുപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് നിരവധി ആളുകൾ ജയിലിലായിട്ട്, അജിത് പവാർ രക്ഷപ്പെട്ടതും കെജ്രിവാൾ ജയിലിലായതും ഒക്കെ EDക്ക് പൊളിറ്റിക്സ് ഉള്ളതുകൊണ്ടാണ്. ആ ED പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് പിണറായി ഇതുവരെ രക്ഷപ്പെട്ടു നിന്നിരുന്നത്. അതിന് കാരണം ഒരു ഹിന്ദു പാർട്ടിയുടെ ഭരണം തുടരുന്നതാണ് കോൺഗ്രസ് ഭരിക്കുന്നേക്കാൾ നല്ലതെന്നുള്ള BJP സങ്കല്പമുണ്ട്. പക്ഷെ അവർക്ക് മനസ്സിലായി കേരളത്തിൽ അത് വേവത്തില്ല. കേരളത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ UDFനൊപ്പമാണ്. ഇവർക്ക് ചീഞ്ഞാൽ അവർക്ക് വളരാൻ പറ്റും. ഇപ്പൊ അസംബ്ലി നമ്മൾ കാണുന്നുണ്ട്, BJPക്കാരെ അവർ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷത്തെക്കാളും ഭംഗി യഥാർത്ഥ പ്രതിപക്ഷമായിട്ട് അവരാണ് പെർഫോം ചെയ്യുന്നത്. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ അവർക്കിനി ആരും പിണറായിയെ രക്ഷിക്കാൻ വരില്ല. ഇനി മോദി അങ്ങോട്ട് പോയി പിണറായിയെ പിടിച്ചകത്തിടാൻ പറയണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഉദ്യോഗസ്ഥന്മാർ കേസുമായി പോകുമ്പോൾ തടയാൻ പറ്റില്ല, ഒന്നും ഉണ്ടാവത്തില്ല. ഈ ഒരു അറ്റാക്ക് ചെയ്യപ്പെട്ട സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ വാശിപ്പം ഞാൻ പറഞ്ഞ് നമ്മൾ എങ്ങനെയാണ് പിണറായി വിരുദ്ധരായി മാറുന്നത്, അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. നമ്മൾ പിണറായി വിരുദ്ധരായി മാറുന്നത് നമ്മൾ 2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ കർശനമായി വിമർശിച്ച് നമ്മൾ പിണറായി രക്ഷകനാണ് എന്ന് വിശ്വസിച്ചിരുന്നവരുടെ കൂടെയാണ്. പക്ഷേ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് ആദ്യ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് ചെറിയ വിമർശനം പോലും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് ഒട്ടും സഹിക്കാൻ പറ്റില്ല. കൊടിസുനിയും കിർമാണി മനോജും ഒക്കെ ജയിലിൽ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്ന റിപ്പോർട്ട് നമ്മൾ ആദ്യം പുറത്ത്. അന്ന് ഇവമാർ സംഘടിതമായി നമ്മുടെ റേറ്റിംഗ് കുറച്ചു, നമ്മളെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തു. നമുക്ക് വാശി കൂടി. അങ്ങനെയാണ് വാശിയോടുകൂടിയുള്ള യുദ്ധം നടന്ന് ഈ പരുവത്തിലെത്തിയത്. ഇത് തന്നെയാണ് ഏത് വ്യക്തിയുടെയും വിഷയമാണ്. ഏത് മനുഷ്യനും സ്വാഭാവികമായിട്ട് മനസ്സിലുണ്ടാവില്ല. അപ്പം ED വളരെ വാശിയോടുകൂടി ഇവരുടെ കേസിൽ ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ വീണ വിജയൻ മാത്രമല്ല പിണറായി വിജയനും അകത്തായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം നിയമപരമായ എല്ലാ സംവിധാനങ്ങളും അവർക്കെതിരാണ്. പണ്ടേ ഷോൺ പറയാറുണ്ടായിരുന്നു, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഈ കേസിലെ മുഖ്യപ്രതി പിണറായിയാണ്. നമ്മൾ ഷോണിനെ സമ്മതിക്കണം കേട്ടോ, ഒരൊറ്റയാൾ പട്ടാളത്തെ ഷോൺ. അതിന്റെ കാരണം അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നിപ്പം ഈ വിനോദിനി കോടിയേരിയുടെ വിവാദവും ഇതോട് കൂട്ടി വായിക്കണം. അതെ, ഷോണിന്റെ ഉറ്റ സുഹൃത്താണ് നമ്മുടെ ബിനീഷ് കോടിയേരി. അപ്പം ഈ ബിനീഷ് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ബിനീഷ് കോടിയേരിയുടെ കുടുംബത്തോട് പിണറായി ചെയ്ത ദ്രോഹത്തിന് തിരിച്ചടി കിട്ടുന്നു ഇല്ലേ? പിന്നെ തീർച്ചയായും അത് അവർ ആത്മസുഹൃത്തുക്കളാണ്, ഒരുമിച്ച് വക്കീൽ ഓഫീസർ നടന്നവരല്ലേ. അപ്പം അത് നല്ലതാണ്. എന്തായാലും ഷോണിന്റെ ഈ ഒരു എഫർട്ട് ഉണ്ടല്ലോ, ഒരു ദിവസം ഷോണിനെ തെരഞ്ഞെടുപ്പിനെ പരാജയപ്പെടുത്താനൊക്കെ ഇവർ വലിയ ശ്രമം നടത്തി കാണുമായിരിക്കാം. തീർച്ചയായും പണം മുറയ്ക്കാണ്. പക്ഷെ ഷോൺ രാഷ്ട്രീയമായി ഒരു കൃത്യമായ ഒരു അടയാളപ്പെടുത്തൽ നടത്തി. ആ ഷോണിനെ അവിടെ അടുത്ത തവണ ജയിക്കാനുള്ള എല്ലാ സാധ്യതയും, പ്രത്യേകിച്ച് ഈ കേസിൽ വിജയിക്കുന്നതോടുകൂടിയാണ് ഷോണിന്റെ ഗ്രാഫ് ഉയരും. എനിവേ, അങ്ങനെ നമ്മളിപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വീണ വിജയൻ മാത്രമല്ല പിണറായി വിജയനും പെട്ടിരിക്കുകയാണ്. എന്തായാലും സമൻസ് അയക്കുന്ന കാലം ഉണ്ടാവും, അറസ്റ്റ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കും. ഇനി ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യത വിരളമാണ്. കാരണം ദുർബലനായ അധികാരമില്ലാത്ത പിണറായിയുമായി ഒത്തുതീർക്കേണ്ട ഒരു കാര്യവും പിണറായി മാത്രം പ്രസ്ഥാനത്തിന് പ്രസക്തിയില്ലാത്ത അവസ്ഥയിലായി അവരെ ഇല്ലാതാക്കാനേ അവർ ശ്രമിക്കും. അവിടെ അവർ കയറി വരാം, അവിടെയാണ് കയറി വരേണ്ടത്. അതെ, കാരണം ഹിന്ദു വോട്ടാണ് ഇവരുടെ ബേസ്. നോക്കൂ, ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഉണ്ടായിട്ടും ഹിന്ദു വോട്ടിന്റെ അടിസ്ഥാനത്തിൽ 3 MLA-മാർക്ക് കിട്ടിയത്. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഒക്കെ ഉണ്ടാവാം, പക്ഷേ ഈ ഹിന്ദു വോട്ട് ഈ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ വളരെ എളുപ്പമാണ്. കാരണം ഒറ്റയടിക്ക് തിരിയാം. ബംഗാളിലൊക്കെ സംഭവിച്ചു, ഒറ്റയടിക്ക് പാർട്ടി ഗ്രാമങ്ങൾ ഈ ചുവപ്പ് മാറി കാവ്യാവാൻ സാധ്യത നിലനിൽക്കുകയാണ്. എന്തായാലും നമ്മൾ മുമ്പേ പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞു പോകണം. നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെ ദുർബലമായ പ്രകടനം നമുക്ക് കഷ്ടം തോന്നിപ്പോകും കേട്ടോ. കാരണം വെച്ചാൽ അടുത്ത അങ്ങോട്ട് ഉടുക്കാണ് വരും ഈ ഭരണകക്ഷിക്കാരെ, ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. മാത്രമല്ല VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല വായന അറിവുള്ള മനുഷ്യനാണ്. അദ്ദേഹം വളരെ കൃത്യമായ ബുക്കൊന്നും നോക്കുന്നില്ലല്ലോ, മറ്റേ കടലാസ് കൊടുക്കണമല്ലോ. എനിക്ക് VD സതീശനോട് പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ പലതവണ പറഞ്ഞു, ഈ N പ്രശാന്തിനെയും B അശോകിനെയും പുറത്തു നിർത്തിയിരിക്കുന്നതാണ്. അവരെ ആദ്യത്തെ ദിവസം തന്നെ അകത്തെടുക്കണം എന്നുള്ളത്. കാരണം അവരാണ് ഈ കഠിനപ്രയം. പക്ഷേ ഈ ഒരു വിജയത്തിൻ്റെ ഒരു പ്രധാന ശില്പികളിൽ നിന്ന്, പക്ഷെ അവരിതെടുത്തിട്ടില്ല. ആ എടുക്കാതിരിക്കുന്നത് സാങ്കേതികനായൊക്കെ പറഞ്ഞാലും അത് VD സതീശൻ്റെ ഈഗോയോ അല്ലെങ്കിൽ
അങ്ങനെ അങ്ങോട്ട് പിണറായിയോ അല്ല ആയിക്കോട്ടെ, നിങ്ങൾ IAS-കാരാണ്, ഉദ്യോഗസ്ഥരാണ്, നിങ്ങൾ അവിടെ നിന്നാൽ മതി, ഞങ്ങൾ രാഷ്ട്രീയക്കാർ ഭരിച്ചോളുന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതിലെനിക്ക് വിരോധം ഉണ്ടെങ്കിൽ പോലും ഞാനൊരു കാര്യം പറയാം, ഈ VD സതീശൻ്റെ പ്രസംഗങ്ങളും ഒരു വിഷയാവതരണവും ഒരു വിഷയത്തിൽ മറുപടിയും കേട്ടാൽ നമുക്ക് കട്ട ഫാനായി. പിണറായിയെ പൊളിച്ചടിക്കില്ലേ റഷ്യയിലെ വരെ കഥ പറഞ്ഞിട്ട്? ഞാൻ അതൊരു നിസാരം. അതെ, ഞാൻ അക്ഷരാർത്ഥത്തിൽ ഇന്നലെ VD സതീശൻ്റെ നിയമസഭയിലെ പ്രസംഗങ്ങൾ മുഴുവൻ കേട്ട് കോരിത്തരിച്ചു പോയി. സത്യം പറയാം, എനിക്ക് അയാളോട് ഞാൻ പറഞ്ഞ കോരിത്തരിച്ചു പോയി. ഒന്ന്, ഈ പിണറായി വിജയൻ്റെ പ്രസംഗം വളരെ ആർജവമുള്ളതാണ്. പക്ഷെ പിണറായി വിജയൻ്റെ പ്രസംഗത്തിനൊരു അഹങ്കാരമുണ്ട്, എപ്പോഴും ഉണ്ട്, മറ്റുള്ളവനെ പുച്ഛിച്ച് അപമാനിച്ച്. പക്ഷേ VD സതീശൻ ഒരു വിഷയത്തിൻ്റെ നെല്ലും പതിരും തിരിച്ച് അതങ്ങ് ഒരു സംശയം, അതായത് അന്ധരായ അടിമകൾക്ക് പോലും സംശയമില്ലാത്ത വിധത്തിൽ പൊളിച്ചടിക്കും. അസാമാന്യ ക്ലാരിറ്റിയാണ് സതീശൻ പ്രസംഗിക്കുമ്പോൾ, വ്യക്തതയോടുകൂടി. ധനകാര്യമന്ത്രി പറഞ്ഞല്ലോ, മുൻ ധനകാര്യമന്ത്രി പറഞ്ഞാൽ 5 വർഷം ധനകാര്യമന്ത്രിയായിരുന്നു, ഞാൻ 25 വർഷം MLA ആയിരുന്ന ആളാണ്. സ്വാഭാവികം. എന്ന് മാത്രമല്ല രാജ്മോഹൻ, ഇതിൻ്റെ എനിക്ക് ഇന്ന് 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു VD സതീശൻ. ഒന്ന്, 35,000 കോടി രൂപ ഈ വർഷം അവരെ എസ്റ്റിമേറ്റ് ചെയ്തു. അതിൽ 20,500 കോടിയും തട്ടിപ്പാണ് എന്ന് എത്ര സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്തു. അതായത് ഇല്ല, 2 തരത്തിലാണ്. VD സതീശൻ പറയാണ്, ഈ GST കോമ്പൻസേഷൻ എന്ന് പറയുന്ന ആദ്യത്തെ 5 കൊല്ലമുള്ള സാധനം, അത് കഴിഞ്ഞ് GST കോമ്പൻസേഷൻ ഇല്ല. പക്ഷേ ഇവർ ഈ വർഷം 14,500 കോടി എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത് GST കോമ്പൻസേഷൻ ഈ വർഷം കിട്ടുമെന്ന്. GST കോമ്പൻസേഷൻ ഇല്ലാത്ത സാധനം എസ്റ്റിമേറ്റ് ചെയ്തു. എന്ന് മാത്രമല്ല, അവരൊരു വിഹിതത്തിനൊരു മറ്റേ വർധന അതുമില്ല. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഇത്രയും കോടി മിച്ചമുണ്ടായിരുന്നു, നിങ്ങൾ കുറെ പേർക്ക് പൈസ കൊടുക്കണ്ടായിരുന്നു. അതാണ് രണ്ടാമത്തെ. ഈ 6,000 കോടി നഷ്ടമുണ്ടെങ്കിൽ എത്രയോ പേർക്ക് കൊടുക്കണം, എണ്ണി ചോദിച്ച് അങ്ങോട്ട് പൊളിച്ചടുക്കി. എന്താ ഒരു എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രസംഗം. നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ജിത്തു ജോസഫിന്റെ ഒരു സിനിമ കാണുന്ന ത്രില്ലായിരുന്നു. അത്ര ഞാൻ ഒരു രാഷ്ട്രീയ പ്രസംഗം, നിയമസഭയിലെ പ്രസംഗം ഇത്രയും ആവേശം കൊള്ളിച്ചിട്ടില്ല. പ്രേക്ഷകർക്ക് കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് മറുനാടൻ മലയാളി ഞാൻ ചെയ്ത വീഡിയോയിൽ ആ പ്രസംഗങ്ങൾ പലതും ചേർത്തിട്ടുണ്ട്. അത് അതിഗംഭീരമായിട്ട് പൊളിച്ചടക്കി. പ്രതിപക്ഷം ദുർബലം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആയത് UDF സർക്കാരിൻ്റെ ഭാഗ്യമാണ്. വാസ്തവത്തിൽ അയാൾ ആവുന്നതിനെതിരെ പ്രതികരിച്ച് പിൻവലിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഒരു വാദത്തിനും അദ്ദേഹത്തിന് പറയാൻ അറിയില്ല. അതുകൊണ്ട് ഇപ്പൊ ബാലഗോപാൽ ചാടി എണീറ്റ് ഓരോന്ന് പറഞ്ഞു നോക്കും, അത് ചീറ്റിപ്പോകും. പിണറായിക്ക് പറ്റുന്നില്ല. ആരെങ്കിലും എഴുതി കൊടുത്താൽ പറ്റുന്ന അപ്പം തന്നെ മറുപടി എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും പരാജയം. പിണറായിയുടെ പ്രത്യേകത എല്ലാം കടലാസ് നോക്കിയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ സതീശന് കണക്ക് നോക്കാൻ വേണ്ടി മാത്രം കണക്കിലോട്ട് നോക്കുകയുള്ളൂ. കാര്യം പറയാൻ ഇവിടെയാണ് ഈ പ്രതിപക്ഷത്തെക്കാൾ BJP ഷൈൻ ചെയ്യാൻ പോകുന്നത്. അതേസമയം BJP ഒരു വലിയ പ്രശ്നമുണ്ട്. BJPക്ക് എതിർക്കേണ്ടതായി ഒന്നും ഇവർ പറയുന്നില്ല. അല്ല, ഇന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ കേട്ടായിരുന്നു, ഞങ്ങളുടെ പ്രകടന പത്രികയാണ് നിങ്ങളുടെ ധവളപത്രം. അതായത് അതുകൊണ്ടാണ് ഇവരുടെ മുമ്പിൽ ഏക വഴി ഇവർ ഡീലാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും കിടിലോൾക്കിടിലം പെർഫോമൻസ് ആയിരുന്നു. പ്രതിപക്ഷം പൂർണ്ണമായും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നു. അല്ലേ? മാത്രമല്ല, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു 2ാം നിര നേതൃനിര ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നിയമസഭയിൽ ഇപ്പോൾ CPM ആരുമില്ല. സജി ചെറിയാനൊക്കെ അവിടെ കൈയും കെട്ടിയിരിക്കുന്നത് കാണുന്നത്. ഒന്നും പറയില്ല. അപ്പുറത്താണെങ്കിൽ നീണ്ട നിരയാണ്. ആളുകൾ ആർക്കും അവസരം കിട്ടാത്തത്. അതാണ് അവസരം കിട്ടും. നമ്മുടെ സുഹൃത്ത് സജീന്ദ്രന്റെ ഒക്കെ കസർത്ത് കണ്ടു. ഞാൻ ഞെട്ടിപ്പോയി. ഞാനിങ്ങനെ അത്ഭുതം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സജീന്ദ്രനെ നമ്മൾ അത്ര പഴയ സുഹൃത്താണ്. സൗമ്യനും സ്വാത്വികനും ശാന്തനും ഒരാളാണ്. പുള്ളി ഗംഭീര പെർഫോമൻസ് പെർഫോമൻസ് ആയിരുന്നു സജീന്ദ്രൻ. അത് ഞാൻ വീഡിയോ ആക്കിയിട്ടുണ്ട്. പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് സിനിമ ഇഷ്ടപ്പെടുന്നവരാണല്ലോ. ഈ പിണറായി വിജയനെ കഴിഞ്ഞ മന്ത്രിസഭയിൽ അയാളുടെ ഈ ഒരു മൊത്തം സെറ്റപ്പും കാണും. അയാൾക്ക് ഓർമ്മ വരുന്നത് ഒരു സിനിമയുണ്ട്, ആരാവരാൻ കിന്നരം. അതിൽ ജയശ്രീകുമാർ ഒരു വർക്ക്ഷോപ്പ് ഉടമയാണ്. അയാളെ വർക്ക്ഷോപ്പിൻ്റെ ഒരു KNK ഓട്ടോമൊബൈൽസ് ആണ്. പുള്ളി ഉടമസ്ഥനാണ്. അപ്പോൾ പുള്ളി എപ്പോഴും പറയും, ഞാൻ KNK ഓട്ടോമൊബൈൽസ് പ്രൊപ്പറേറ്റർ മനോഹരൻ, ഇത് എൻ്റെ പണി അറിയാൻ പാടില്ലാത്ത കുറേ പണിക്കാരൻ പറയുന്നത്, അവിടുത്തെ വർക്ക്ഷോപ്പിലെ പണിക്കാരെ കുറിച്ച്. അതാണ് ഈ കഴിഞ്ഞ മന്ത്രിസഭ നിങ്ങൾ ചർച്ചയിൽ എപ്പോഴെങ്കിലും ഇത് പറയണം. പുള്ളി ചിന്തയിൽ വന്നതാണ് ഈ കാര്യം. KNK ഓട്ടോമൊബൈൽസ് തന്നെയായിരുന്നു തകർന്ന് തരിപ്പണായിപ്പോയി. എന്തായാലും വളരെ ആവേശം നൽകുന്ന, കൗതുകമുണർത്തുന്ന സംഭവ വികാസങ്ങളാണ് ഇന്നുണ്ടായത്. പിണറായി വിജയനും മകളും ജയിലിലാവുക എന്നത് കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ ഒരു ആഗ്രഹമാണ്. അതിനുള്ള നട്ടിൽ UDF സർക്കാരിനുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചിരുന്നു. UDF സർക്കാരിൻ്റെ ആവശ്യമില്ല. ഈ കഴിഞ്ഞ 10 വർഷം ഇവരെ ഇങ്ങനെ വാഴാൻ വിട്ടുകൊടുത്ത മോദി സർക്കാർ തന്നെ അവരുടെ അന്തകരാവുന്ന അവസ്ഥയാണ് കാണുന്നത്. ആ സുന്ദരമായ ദിനങ്ങൾ ഉടനുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്കൊരുമിച്ച് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.